ഐല എന്ന് പറയുന്ന നാടിൻ്റെ സമരമുന്നേറ്റത്തിൽ മുൻനിരയിൽ നിൽക്കുന്ന കിലാബ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ കൊതിയായി നടന്ന ഒരു വാപ്പയാണ് ഉമയ്യത്ത് ബിൻ അഷ്കർ. വാപ്പയും മക്കളും തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ്. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം അള്ളാഹു ജന്മന സന്നിവേശിപ്പിച്ചിട്ടുള്ള ഒരു ബന്ധമാണ്. ഇത് വല്ലാത്തൊരു അത്ഭുതമാണ്. മനുഷ്യൻ വെറുതെ അങ്ങ് ജീവികളിൽ നിന്ന് പരിണാമം സിദ്ധിച്ചുണ്ടായതാണ് എന്ന വാദങ്ങളൊക്കെ പൊളിച്ചെഴുതുന്നതാണ് മക്കളോട് മനുഷ്യൻ കാണിക്കുന്ന, മാതാപിതാക്കൾ കാണിക്കുന്ന ഈ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഉദാഹരണം. നമുക്ക് കേവലം ഒരു ബയോളജിക്കൽ എൻറ്റിറ്റി എന്നതിനപ്പുറം വികാരവും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഭാവഭേദങ്ങളും ഒക്കെയുള്ളവനാണ് മനുഷ്യൻ. ഒരു കുഞ്ഞിനെ സ്നേഹിക്കണമെന്ന് വാപ്പയോട് പറഞ്ഞു കൊടുക്കണ്ട, ഉമ്മയോട് പറഞ്ഞു കൊടുക്കേണ്ടതില്ല കുഞ്ഞിനെ സ്നേഹിക്കണമെന്ന്. പക്ഷെ മക്കളോട് പറയണം, വാപ്പയെ സ്നേഹിക്കണം, ഉമ്മയെ സ്നേഹിക്കണം. അത് ഖുർആൻ പറഞ്ഞു. ഖുർആൻ എന്ത് പറഞ്ഞില്ല? മാതാപിതാക്കളോട് മക്കളെ സ്നേഹിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. എന്തേ? അത് ജന്മന ഉള്ളതാണ്, പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. സ്നേഹിക്കണ്ടെന്ന് പറഞ്ഞാലും വാപ്പയും ഉമ്മയും മക്കളെ സ്നേഹിക്കും, അങ്ങനെയല്ലേ? ഇതിനെക്കുറിച്ച് മക്കൾക്ക് റിട്ടേൺ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് ദീൻ വേണം, അതിന് സംസ്കാരം വേണം. അതാണ് ഇസ്ലാം ചെയ്തത്. മകനെ കാണണമെന്ന് കൊതിയായി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വസതിയിൽ വന്നിരിക്കുന്ന ഉമയ്യത്ത് ബിൻ അഷ്കർ റളിയല്ലാഹു അൻഹു എത്രയോ കാലമായി അമീറുൽ മുഅ്മിനീൻ എൻ്റെ മകനെ കണ്ടിട്ട്. ലിമൻ ശൈഖാനി ഖദ് നശദാ കിലാബാ കിതാബല്ലാഹി ലൗ അഖലൽ കിതാബ യുനാദീനി ഫയുഅരിളു ഫീ ഇബാഇൻ فلا وأبي كلاب ما أصابا إذا سجعت حمامة في بطن واد إلى بيضاتها أدعو كلابا. വാപ്പയുടെ മനസ്സിൽ കിടക്കുന്ന മകനോടുള്ള സ്നേഹം, മകനെ ഒരു നേരം കാണണം എന്ന പിതാവിൻ്റെ ആഗ്രഹം ചില വരികളായി, കവിതയായി ആ പിതാവിൻ്റെ വായിലൂടെ വരികയാണ്. ഉമർ റളിയല്ലാഹു അൻഹു സാഹൂദം അത് ശ്രദ്ധിച്ചു കേൾക്കുന്നു. തറക്ത അബാക മുർഇശതൻ യദാഹു വഉമ്മക മാ തസീഗു ലഹാ ശറാബാ فإنك والتماس الأجر بعدي كباغ الماء يلتمس السرابا. ഉമറേ, അമീറുൽ മുഅ്മിനീനെ, ആർക്ക് വേണ്ടിയാണോ, ഏതൊരു കിലാബെന്ന് പറയുന്ന മോന് വേണ്ടിയാണോ ഈ കരങ്ങൾ വിറക്കുന്നതെന്നറിയുമോ? കിലാബെന്ന മകനെ ഒരു നോക്ക് കാണാൻ വെള്ളം തൊണ്ടയിൽ നിന്നിറങ്ങാതെ വിഷന്നയായി തളർന്നു കിടക്കുന്ന ഒരു മാതാവുണ്ട്, അമീറുൽ മുഅ്മിനീൻ. എൻ്റെ വീട്ടിൽ കിലാബിൻ്റെ ഉമ്മ, എൻ്റെ ഭാര്യ. ഞങ്ങളുടെ വീടിൻ്റെ പരിസരങ്ങളിൽ മാടപ്രാവുകൾ മനോഹരമായതിൻ്റെ ചില ശബ്ദമുയർത്തുമ്പോൾ, അത് മുട്ടയിട്ട് വിരിയുമ്പോൾ, ആ കുഞ്ഞിനെ കാണുമ്പോൾ, മാടപ്രാവിൻ്റെ സന്തോഷം മുഖത്ത് കാണുമ്പോൾ എൻ്റെ കിലാബിനെ ഒന്ന് കാണിച്ചു കൊടുത്തു, മോനെ, ഇങ്ങനെ ഒന്ന് വളർന്നു വലുതായി കുഞ്ഞായി വന്ന കാലം നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ഞങ്ങളുടെ ഗതകാല ചരിത്രം ഒന്ന് പറഞ്ഞു കൊടുക്കാൻ കിലാബിനെ കിട്ടിയിരുന്നെങ്കിൽ. മനോഹരമായ വരികളാണ്. ഇദാ സജഅത് ഹമാമത്തുൻ ബിബത്നി വാദിൻ ഇലാ ബൈളാതിഹാ അദ്ഉ കിലാബാ فإنك والتماس الأجر بعدي. ഒരു സൈന്യത്തിന്റെ നേതൃത്വം വഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗം ചെയ്യാൻ നീ പോയതാണെന്നും, നീ പോയത് ഏതെങ്കിലും നിന്റെ ഒരു പ്രിയതമയുടെയോ അല്ലെങ്കിൽ കാമുകിയുടെയോ ഗേൾഫ്രണ്ടിൻ്റെയോ കൂടെയല്ലെന്നും എനിക്കറിയാം കിലാബേ. നിങ്ങൾ പോയത് അല്ലാഹു നൽകുന്ന പ്രീതിയുടെ റബ്ബിൻ്റെ പ്രതിഫലത്തിൻ്റെ വഴിയിലാണെന്നും എനിക്കറിയാം. എന്നാൽ വാപ്പയായ എന്നെ കാണാതെ
വാപ്പയായ എന്നെ വന്നൊന്നു കാണാതെ എന്ത് പ്രതിഫലമാണ് കിലാബേ നിങ്ങൾക്ക് വേണ്ടത്? കബാഗുൽ മാഇ യൽതമിസുസ് സറാബാ. വെള്ളം കുടിക്കാൻ ദാഹിച്ചു നിൽക്കുമ്പോൾ ഒരു മരീചികയുടെ പിന്നാലെ ദാഹാർത്ഥനായി ഓടിച്ചെല്ലുമ്പോൾ ജലാശയമെന്ന് തോന്നിക്കുന്നത് വെറും ഒരു തോന്നലായിരുന്നു എന്ന് തിരിച്ചറിയുന്ന പോലെ എൻ്റെ പ്രതിഫലം എന്നെക്കൊണ്ട്, എന്നിലൂടെ എൻ്റെ അരികത്ത് വന്നിരുന്ന് എനിക്ക് സേവനം ചെയ്ത് ഒരു നോക്ക് കാണാൻ കിലാബേ നിന്നെ കിട്ടാതെ എന്ത് പ്രതിഫലമാണ് കിലാബേ നീ ഓടി നടക്കുന്നത്? നിനക്കൊന്ന് വന്നൂടെ എന്ന് ആരോടായി പറയുന്നത്? അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട്. ചരിത്രങ്ങളിൽ അപൂർവമായി കിടക്കുന്ന ഒരു പൈതൃ, പിതാവിൻ്റെയും പുത്രൻ്റെയും ഇടയിലുള്ള ബന്ധത്തിൻ്റെ ആ ഒരു സ്നേഹത്തിൻ്റെ ആഴമാണ് ഇവിടെ കഴിയുന്നത്. ജോലിക്ക് പോകുന്ന ഉപ്പ, കൂലിപ്പണിക്ക് പോകുന്ന ഉപ്പ, കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഉപ്പ, ഒരുപക്ഷെ യൗവനകാലം അധ്വാനിച്ച് മക്കളെ ഒന്ന് കാണാനോ, മക്കളെ ഒന്ന് താലോലിക്കാനോ, അവരെയൊന്ന് തലോടാനോ, ഒന്ന് കളിപ്പിക്കാനോ നേരം കിട്ടാതെ ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങളെ കൂട്ടിമുട്ടിക്കാൻ ഓടിപ്പോകുന്ന വാപ്പയും വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ തൻ്റെ മക്കൾ അരികത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ചെറുപ്പത്തിൽ അവരെ കിട്ടിയിട്ടില്ല. വാപ്പ ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്ക് മക്കൾ കിടന്നുറങ്ങി. വാപ്പ പോകുമ്പോൾ മക്കൾ ഉറങ്ങുകയാണ്. അതിരാവിലെ പോയി വൈകുന്നേരം തിരിച്ചു വരുന്ന നാട്ടിലുള്ള ഉപ്പമാർക്ക് പോലും മക്കളെ കളിപ്പിക്കാൻ കിട്ടുന്നില്ലെങ്കിൽ പ്രവാസ ലോകത്ത് നിൽക്കുന്ന, നാട് വിട്ടുപോയ ജോലിയും അധ്വാനത്തിലും മുഴുകിക്കഴിയുന്ന തൻ്റെ മക്കളെ ഒന്നൊരു നോക്ക് കാണാൻ 2 വർഷമോ അതിലേറെയോ കഴിഞ്ഞ് കാത്തിരിക്കുന്ന, മക്കളെ ഒന്ന് പരിചയപ്പെട്ട് വരുമ്പോഴേക്കും തിരിച്ചു പോകാൻ സമയമായെന്ന് പറഞ്ഞ് കണ്ണീരോടെ മക്കളെ ഉമ്മ വെച്ച് താഴെ വെച്ച് വണ്ടി കയറി ഫ്ലൈറ്റ് കയറാൻ പോകുന്ന പിതാവിൻ്റെ മനസ്സിൻ്റെ നൊമ്പരം ഈ പിതാവിൻ്റെ വാക്കുകളിൽ, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിൽ പറഞ്ഞ ഈ വാക്കുകളിലുണ്ട്. മാതാപിതാക്കളുമായുള്ള ഈ ബന്ധം അള്ളാഹു മനുഷ്യന്റെ ഹൃദയത്തിൽ വെച്ചു കൊടുത്തതാണ്. വാപ്പക്ക് മക്കളോടുണ്ടത്, ഉമ്മക്ക് മക്കളോടുണ്ട്, മാതാപിതാക്കൾക്ക് അവരുടെ സന്തതികളോടുണ്ട്. വ്യത്യാസങ്ങളില്ലാതെ താൻ ജന്മം നൽകിയ മക്കളോട്, താൻ ഗർഭം ധരിച്ച മക്കളോട് ഉമ്മയും ഉപ്പയും കാണിക്കുന്ന ഈ ബന്ധത്തെയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉയർത്തി കാണിക്കുന്നത്. അനിഷ്കുർലീ വലിവാലിദൈക്, എനിക്ക് നിങ്ങൾ നന്ദി ചെയ്യണമെന്ന് അല്ലാഹു പറയുമ്പോൾ ആ നന്ദിയാണ് 5 നേരത്തെ നിസ്കാരം, ആ നന്ദിയാണ് നോമ്പ്, ആ നന്ദിയാണ് സകാത്തും ഹജ്ജും. അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതെല്ലാം നന്ദിയാണെങ്കിൽ, അള്ളാഹുവോടുള്ള നന്ദി കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള നന്ദി ആരോടാണെന്നറിയോ? ആരോടാ? വലിവാലിദൈക്, നിന്റെ ജനനത്തിന് കാരണമായ ബയോളജിക്കൽ റീസൺ എന്ന് പറയുന്നത് നിന്റെ ഉപ്പയാണ്, നിന്റെ ഉമ്മയാണ്. എന്നോട് നന്ദി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നന്ദി കഴിഞ്ഞാൽ തൊട്ടടുത്ത് കിടക്കുന്നത് ആരാണ്? നിന്റെ ഉമ്മയാണ്, നിന്റെ ഉപ്പയാണ് എന്ന് പറഞ്ഞ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അനിഷ്കുർലീ വലിവാലിദൈക്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കളുടെ കാലിൻ്റെ താഴെ സ്വർഗമന്വേഷിക്കേണ്ടവരാണ് നമ്മൾ. അവരോടുള്ള കടപ്പാടിൻ്റെ, ബന്ധത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, അടുപ്പത്തിൻ്റെ തണലിലായി സ്വർഗം ലഭിക്കുമെന്ന് പഠിപ്പിച്ചു പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാസങ്ങളോളമായി നാട് വിട്ടുപോയ ഐല എന്ന് പറയുന്ന ദൂരദേശത്ത് കിടക്കുന്ന കിലാബ് എന്ന് പറയുന്ന മോനെ കാണാൻ കൊതിച്ച ഉമയ്യത്ത് ഇബ്നു അഷ്കർ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി ഉമർ തങ്ങളുടെ മുമ്പിൽ വന്ന് പാടിയ വരികളാണത്. ലിമൻ ശൈഖാനി ഖദ് നശദാ കിലാബാ കിതാബല്ലാഹി ലൗ അഖലൽ കിതാബാ യുനാദീനി ഫയുഅരിദു ഫീ ഇബാഇൻ ഫലാ വഅബി കിലാബുൻ മാ അസാബാ فإنك والتماس الأجر بعدي فإنك والتماس الأجر بعدي كباغ الماء يلتمس السرابا. എനിക്കെൻ്റെ മോനെയൊന്ന് കാണണം, കിലാബിനെയൊന്ന് കാണണം, എൻ്റെ മോനെൻ്റെ അരികത്തിരിക്കണം എന്ന് വാർദ്ധക്യത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു പിതാവിൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കത്തെഴുതി ഐലയിലേക്ക്.
കിലാബേ, നിങ്ങൾ അടിയന്തിരമായി മദീനയിലേക്ക് തിരിച്ചു വരണമെന്ന് പറഞ്ഞു. അങ്ങനെ കിലാബിനെ മദീനയിലേക്ക് വരുത്തിച്ചു ഉമർ റളിയല്ലാഹു അൻഹു. അപ്പോഴേക്കും 20 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. കിലാബ് എന്നവർ മദീനയിൽ തിരിച്ചെത്തുമ്പോ എന്തിനാണ് തിരിച്ചു വിളിക്കുന്നത്? എന്തിനാ തിരിച്ചു? വാപ്പ മരിച്ചിട്ടല്ല, ഉമ്മ മരിച്ചത് കൊണ്ടല്ല. പിന്നെയോ, ജീവിച്ചിരിക്കുമ്പോൾ കാണാൻ കൊതിയുണ്ടായിരിക്കെ ഒരു നോക്ക് കാണാൻ അവസരം കൊടുക്കാതെ മരണപ്പെട്ട് കിടക്കുന്ന ഉമ്മയെയും ഉപ്പയെയും ആ നേരം വരെ ഒന്ന് നോക്കാൻ അവസരമുണ്ടായിട്ട് ചെയ്യാതെ മരണപ്പെട്ട് കിടക്കുന്ന മാതാപിതാക്കളുടെ ചേതനയറ്റ ശരീരത്തിന്റെ അരികത്ത് വന്ന് വിതുമ്പി കരഞ്ഞിട്ട് എന്ത് കാര്യം? ആ കരച്ചില് കാണാൻ അവരുണ്ടോ? ആ സാന്നിധ്യം അറിയാൻ അവരുണ്ടോ? അവരുടെ സാന്നിധ്യത്തിലുള്ള ഈ കരച്ചിൽ കൊണ്ട് എന്ത് കാര്യം? അവരെ ഒന്ന് ജീവിച്ചിരിക്കുമ്പോൾ കാണണമെന്ന് കൊതിയുണ്ടായിട്ട് ഒരാഗ്രഹം നടത്തി കൊടുക്കാൻ കഴിയുകയെന്നത് ദീനിന്റെ കാഴ്ചപ്പാടിൽ യുദ്ധത്തിന് പോകുന്ന പട്ടാളത്തിന്റെ നേതാവായ കിലാബ് റളിയല്ലാഹു അൻഹുവിന്റെ ദൗത്യത്തെക്കാൾ വലുതാണ് ഈ പിതാവിന്റെ മനസ്സിൽ കിടക്കുന്ന ആഗ്രഹം സാധിപ്പിക്കലെന്ന് തിരിച്ചറിയുകയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതൊരു ചെറിയ വിഷയമാണോ? വാപ്പക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തിരിച്ചു വരണം. നമ്മുടെ മക്കളൊക്കെ ദൂരെ പോകണം, യൂറോപ്പിൽ സെറ്റിൽ ആവണം, കാനഡയിൽ സെറ്റിൽ ആവണം, അമേരിക്കയിൽ സെറ്റിൽ ആവണം. കേട്ടോ, അതിനൊന്നും കുഴപ്പമില്ല. ഗൾഫ് നാട്ടിൽ സെറ്റിൽ ആവണം. സ്വന്തം ഉമ്മയും ഉപ്പയും അതവർക്ക് പൊരുത്തമാണെങ്കിലേ നാട്ടിൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റും. മാതാപിതാക്കളെ ശുശ്രൂഷിക്കുവാനും പരിചരിക്കാനും ചെലവ് കൊടുക്കാനും ആവശ്യമായ ഒരവസരം നാട്ടിലുണ്ടായിരിക്കെ മാതാപിതാക്കള് പോവരുത് എന്ന് പറഞ്ഞിട്ടും നാട് വിടുകയാണെങ്കിൽ അത് മഅസിയത്താണ്, പാതകമാണ് എന്ന് പഠിപ്പിച്ച മതമാണ് നമ്മുടെ മതം. അവസരമുണ്ടെങ്കിൽ ഇവിടെ നിൽക്കണം, അല്ലെങ്കിൽ മാതാപിതാക്കളുടെ സമ്മതം വാങ്ങിക്കണം. ഉമർ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ വിളിച്ചു വരുത്തി, കിലാബ് തങ്ങളെ വിളിച്ചു വരുത്തി. എന്നിട്ട് പറഞ്ഞു, കിലാബേ, നിന്റെ വാപ്പ എൻ്റെ അടുത്ത് വന്നിരുന്നു. ഉമർ തങ്ങൾ ഈ പാട്ട് ആ വാപ്പയോട് 2-3 തവണ ആവർത്തിച്ച് പാടിപ്പിച്ചു. അതുകൊണ്ടാണ് ഇത് ചരിത്രത്തിന്റെ ഭാഗമായത്. അങ്ങനെ ഉമർ തങ്ങളുടെ സദസ്സിലുള്ള മുഴുവൻ ആളുകളും ഈ പാട്ട് കേട്ടു. അന്ന് പിന്നെ ഒരു തവണ കേട്ടാൽ 4000 വരികളൊക്കെ ഒരു തവണ കേട്ടുകൊണ്ട് മനഃപ്പാഠമാക്കിയ മഹദിയാണ്. 4000 വരികളുള്ള വലിയൊരു കാവ്യം മനഃപ്പാഠമാക്കിയ മഹദിയാണ് ആര്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. എന്തായിരിക്കും ആ മെമ്മറിയൊക്കെ? നമ്മൾ 4 പേജ് മനഃപ്പാടാക്കുമ്പോഴേ കമ്പ്യൂട്ടർ മെമ്മറി എന്നൊക്കെ പറയും. അപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മെമ്മറി എന്തായിരിക്കും? 10 ലക്ഷം ഹദീസ് അതിൻ്റെ സനദോടെ മച്ചനോടെ മനഃപ്പാഠമാക്കിയ മഹാനായ ഇമാമുന ശാഫിഈ തങ്ങളുടെ മെമ്മറി എന്തായിരിക്കും? 7 ലക്ഷം ഹദീസുകൾ അതിൻ്റെ സനദിലും മത്തിനിലും കൃത്യമായി മനഃപ്പാഠമാക്കിയ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളുടെ എന്തായിരിക്കും ആ മെമ്മറിയൊക്കെ? ഈ കവിത ഉമർ റളിയല്ലാഹു അൻഹു ഫഅൻഷദഹു ലഹു, മഹാനവറുകൾ എനിക്ക് പാടിത്തരണം. ഫസ്തൻഷദ അശ്ശിഅറ, ഈ പാട്ട് എനിക്ക് വീണ്ടും പാടിത്തരണമെന്ന് ഉമർ തങ്ങൾ പറയുകയും ആ പിതാവ് പല തവണയായി ഉമർ എന്നവരുടെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് പാടുകയും ചെയ്തു. ഉമർ തങ്ങൾ ചോദിച്ചു, കിലാബേ, വാപ്പക്ക് നീ എന്താണ് ചെയ്തു കൊടുത്തിരുന്നത്? പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോ എന്റെ പിതാവിന് ഒട്ടകത്തിന്റെ പാല് കറന്നു കൊടുത്തിരുന്നത് ഞാനായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇഹ്ലിബ് ലനാ ലബനാ, അതുകൊണ്ട് മോനെ 1 കപ്പ് പാല്, ഈ ഒട്ടകത്തിന്റെ പാല് നീ ഒന്ന് കറന്നുവാ. എന്നിട്ട് വാപ്പ ഉമയ്യയെ വിളിച്ചു, ഉമയ്യത്ത് ഇബ്നുൽ അശ്കർ തങ്ങളെ വിളിച്ചു. അദ്ദേഹം ഓടി വന്നു. വാപ്പയാണെങ്കിലോ മകനെ കണ്ടിട്ടില്ല, കാണാതെ കിലാബ് എന്ന മോനെ റൂമിൽ അടച്ചു വെച്ച് അല്ലെങ്കിൽ മറഞ്ഞു നിൽക്കാൻ വേണ്ടി പറഞ്ഞ് കിലാബ് എന്ന മകന്റെ കയ്യാൽ കറന്നു വെച്ച പാല് ഉമയ്യത്ത് ഇബ്നു അശ്കറിന്റെ കയ്യിലേക്ക് ഉമർ എന്നവർ നൽകി. ആ പാലിങ്ങനെ കുടിക്കുമ്പോ ഇന്നി ലഅശുമ്മു റായിഹത യദൈ കിലാബ്, അത്ഭുതമേ, ആ പിതാവ് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഈ പാലിന്റെ കൂടെ എന്റെ കിലാബിന്റെ കൈകളുടെ മണം ഞാൻ അനുഭവിക്കുന്നുണ്ടല്ലോ.
മകനെ കണ്ടിട്ടില്ല വാപ്പ. മകനെ കൊണ്ട് കറന്നു വെച്ച പാല് വാപ്പയെ കൊണ്ട് കുടിപ്പിക്കുമ്പോ വാപ്പ പറയാൻ, ഇതെന്റെ മോന്റെ മണമാണല്ലോ. ഇന്നീല അശുമ്മു റായിഹതക യദൈ കിലാബ്, എന്റെ മോൻ കിലാബിന്റെ കൈകളുടെ മണമുണ്ടല്ലോ ഈ പാലിന് എന്ന് പറഞ്ഞപ്പോ ഫബകാ ഉമറു, ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു. ആ ഒരു സ്നേഹം കണ്ടപ്പോ എന്നിട്ട് ഉമർ തങ്ങൾ പറഞ്ഞു, കിലാബേ പുറത്തേക്ക് വാ, ഹാദാ കിലാബ് ഫദമ്മഹു ഇലൈഹി. വാപ്പയും മോനും കെട്ടിപ്പിടിച്ച് കരയുകയാണ്. ഏതാനും മാസങ്ങളുടെ, ഏതാനും വർഷങ്ങളുടെ ഒരു ഗ്യാപ്പിന് ശേഷം തന്റെ പിതാവിനെ, തന്റെ മോനെ കണ്ടുമുട്ടുമ്പോൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ചാലിംഗനം ചെയ്ത് കരയുന്നത് കണ്ടപ്പോ ഖാല ഉമറു അമീറുൽ മുഅ്മിനീൻ, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ജാഹിദ് ഫീ അബവൈക്. കിലാബേ, ഇനി ധർമ്മസമരത്തിന് വേണ്ടി ഐലയിലേക്ക് പോവണ്ട, ഷാമിലേക്ക് പോവണ്ട. നിന്റെ ജിഹാദ് നിന്റെ മാതാപിതാക്കളുടെ കൂടെയാണ്. അവരോടുകൂടെ നീ സ്നേഹത്തോടെ കഴിയുന്നതാണ് നിനക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ധർമ്മസമരമെന്ന ഏറ്റവും വലിയ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി ഉമർ റളിയല്ലാഹു അൻഹു. ജാഹിദ് ഫീ അബവൈക്, നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി നീ അവർക്ക് വേണ്ടി ചെലവഴിക്കുന്ന സമയമാണ് ഈ ദീനിന് ചോര ചിന്താൻ പോകുന്ന നിന്റെ ധർമ്മസമരത്തെക്കാൾ വലുത് എന്ന് നമ്മുടെ 21-ാം നൂറ്റാണ്ടിലെ നമ്മുടെ 2K മക്കളോടും ആൽഫ മക്കളോടും തന്നെയാണ് ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത്. ചങ്ങാതിമാരെക്കാൾ, നിങ്ങളുടെ കൂട്ടുകാരെക്കാൾ, സമപ്രായക്കാരെക്കാൾ അവരൊക്കെ നിങ്ങളുടെ സൗഹൃദ വലയങ്ങളായിരിക്കാം. എന്നാൽ അതിനേക്കാളൊക്കെ നിങ്ങളുടെ നല്ലൊരു വാക്കും, നിങ്ങളുടെ നല്ല ഒരു നോട്ടവും, നല്ല ഒരു സ്പർശവും അനുഭവിക്കേണ്ടത്, കിട്ടേണ്ടത് നിങ്ങളുടെ മാതാപിതാക്കൾക്കാണ്. മഹാനായ അല്ലാമ ഇബ്നു അബ്ദുൽ ബർ തങ്ങൾ ഹാദൽ ഖബർ സ്വഹീഹുൻ, ഇത് സ്വഹീഹായ സംഭവമാണ്, ഉമർ തങ്ങളുടെ മുമ്പിലുണ്ടായ അനുഭവം ചരിത്ര പണ്ഡിതന്മാർ സാക്ഷ്യപ്പെടുത്തിയതാണ് എന്നുകൂടെ പറയുമ്പോൾ ഈ വിഷയത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന ആശയം എത്ര ശക്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം.